Welcome to the wonderful section M Rise Up Training. മോഡി കെയർ ലൈഫിലെ വളരെ മനോഹരമായ അതിശയകരമായ എം റൈസ് അപ്പ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങളെ ഏർവേദയും ഞാൻ മോദിക്കൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഗിവ് വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. നമ്മൾ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെല്ലാവരും മോഡി കെയറിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്. എല്ലാവരും സംസാരിക്കാറുണ്ട്. നമുക്കറിയാം മോഡി കെയർ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനെങ്ങനെയാണ് ചിട്ടപ്പെടുത്തി സംസാരിക്കേണ്ടത്? എവിടെ, എന്ത്, എപ്പോൾ, എങ്ങനെ സംസാരിക്കണം? അതിൽ വളരെ പ്രാധാന്യമുണ്ട്. കാര്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരോട് പറയുക എന്നുള്ളതിനേക്കാളും ഉപരി ഇതൊരു ബിസിനസ് പ്രസന്റേഷനാണ്. ഒരു ബിസിനസ് പ്രസന്റേഷൻ പ്രൊഫഷണലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു ചിട്ട ഉണ്ടാകണം, അതിനൊരു ചട്ടക്കൂട് ഉണ്ടാകണം, അത് ഇംപ്രസീവ് ആകണം, സമയം ടൈം ബൗണ്ടഡ് ആയിരിക്കണം, കാട് കയറിപ്പോകാൻ പാടില്ല. എന്നാൽ പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുകയും വേണം. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ പ്രസന്റേഷന്റെ ഭാഗങ്ങൾ, എന്തെല്ലാം തരം പ്രസന്റേഷൻസ് ആണ് നമ്മൾ മോഡി കെയറിൽ നമ്മൾ നടത്തുന്നത്, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം പോസിറ്റീവയുടെ ഒരു ഗ്രേറ്റ് ലീഡറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളെപ്പോലൊരു സാധാരണ വീട്ടമ്മയാണ് മോഡി കെയറിലേക്ക് കടന്നു വന്ന് ധാരാളം നേട്ടങ്ങൾ നേടിയെടുത്ത് ഒരു നല്ല ട്രെയിനറും, ഒരു നല്ല സ്കിൻ കെയർ ട്രെയിനറും, ഒരു മെന്ററും ഒക്കെയായി മാറാൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. മേക്ക് യുവർ പ്രസന്റേഷൻ പ്രൊഫഷണൽ. എങ്ങനെ നിങ്ങളുടെ പ്രസന്റേഷൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയും, അതാണ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ. മനോജ് സാർ പറഞ്ഞ കണക്ക് നമ്മളത് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസന്റേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ ചെയ്യണം, എന്തൊക്കെ പറയണം എന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. നാളെ ഉണ്ടാവും അത്. അപ്പൊ ഇവിടെ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്നാണ് നമ്മുടെ പ്ലാനിന്റെ പേര്. അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങൾക്ക് പരിധികളില്ലാതെ സക്സസ് നൽകാൻ ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ, സമീർ മോദി സാർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ സക്സസ് നേടാനായിട്ട് പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ എന്നും പറഞ്ഞ് മാറിയിരിക്കരുത്. എല്ലാവരും ഈ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കണം, അത് പഠിക്കണം. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ തുളസി സാറിന്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടിങ്ങിന്റെ വിവിധ സെക്ഷനുകളാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെ പ്രോസ്പെക്ടിങ് ചെയ്യാന്ന്. അപ്പൊ ഒരു പ്രോസ്പെക്ടിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രസന്റേഷൻ ചെയ്യാൻ ഓരോരുത്തരും പഠിച്ചിരിക്കണം. പ്രോസ്പെക്ടിങ് എന്ന് പറയുമ്പോഴേ നമ്മുടെ പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ക്ലാസ്സുകൾ, എംപ്രൈസിന്റെ ഓരോ ക്ലാസ്സുകൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇന്നലെ നമ്മൾ കസ്റ്റമറൈസേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഹൃദിസ്ഥമാകുകയാണ് ഓരോ അനുഭവങ്ങൾ, എങ്ങനെ നമ്മൾ ചെയ്യണം, എന്ത് നമ്മൾ ചെയ്തുകൂടാന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു പ്രസന്റേഷൻ, പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ സന്നിഹിതരായിട്ടുള്ള ഓരോ ഗസ്റ്റിനെയും അവരുടെ ജീവിത സ്വപ്നങ്ങൾ എങ്ങനെ നമ്മുടെ ഈ പ്ലാനിലൂടെ SMIP എന്നാണ് ചുരുക്കി പറയുന്നത്, സമീർ മോദി ഇൻഫിനിറ്റി പ്ലാനിലൂടെ എങ്ങനെ നേടാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുക. അതാണ് നമ്മുടെ കർത്തവ്യം. നമ്മൾ വെറുതെ അങ്ങ് പറയല്ല, അവരുടെ ജീവിത സ്വപ്നങ്ങൾ എങ്ങനെ ഈ പ്ലാനിലൂടെ സാധിക്കും, ഈ ബിസിനസ് അവസരത്തിലൂടെ എങ്ങനെ സാധ്യമാകും, അതാണ് നമ്മൾ
നമ്മുടെ ഓരോ ഗസ്റ്റിനെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ പ്രസന്റേഷൻ കേട്ട് കഴിഞ്ഞാണ് അവർ തീരുമാനിക്കുന്നത് എന്താണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഗസ്റ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രസന്റേഷൻ കേട്ട് കഴിഞ്ഞാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്താൽ എന്താണ് ഒരു 90% നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവരൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവർ എന്തായിരിക്കണം അവര് നല്ല രീതിയിൽ ഈ അവസരം അവർക്ക് ബോധ്യപ്പെടണം, അവർക്ക് വിശ്വാസം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ പ്രസന്റേഷൻ കേട്ട് അവര് മോട്ടിവേറ്റഡ് ആകണം. അപ്പോഴാണ് അവർ ഗസ്റ്റ് തീരുമാനിക്കുന്നത് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യണോ വേണ്ടേന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിലേക്ക് കടക്കാം. പ്രോസ്പെക്ടിങ് ഫോർ ന്യൂ അഡ്വൈസർ ത്രൂ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യുന്ന ആളിന് 68% ബെനിഫിറ്റുകൾ കിട്ടും. അപ്പൊ നമ്മൾ അത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അതൊരു ചെറിയ വരുമാനമാണ്. ചെറിയ വരുമാനമല്ല, പർച്ചേസ് ബെനിഫിറ്റുകൾ തന്നെ 68% എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും ലഭിക്കാത്ത കാര്യമാണ്. അപ്പൊ ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് സ്വന്തം നിലയിൽ പർച്ചേസ് ചെയ്താൽ മതി, അത് മതി, എനിക്ക് ഈ ബെനിഫിറ്റ്, ഈ പർച്ചേസ് ബെനിഫിറ്റുകൾ, ലോയൽറ്റി ഒക്കെ മതി എന്ന് ചില ആളുകൾ ചിന്തിക്കും. പക്ഷെ കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് പ്രോസ്പെക്ടിങ് ചെയ്ത് പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് ലഭിക്കാനുള്ള നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ബോണസും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം നേടിയെടുക്കാനായിട്ടാണ് ഓരോ അഡ്വൈസർമാര് ശ്രമിക്കേണ്ടത്, ടീമിനെ പ്രാപ്തരാക്കേണ്ടത്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1-to-1 പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് തന്നെ ഉണ്ട്, എന്താണ് 1-to-1 ഓരോരുത്തരോട്. ഇപ്പൊ നമ്മുടെ നെയിം ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്തു, പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നോക്കി കൊള്ളാം, നമ്മുടെ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും ബന്ധുക്കളുടെ എല്ലാം നമ്മുടെ നെയിം ലിസ്റ്റ് എഴുതണമെന്ന് പല പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട്. ഇതുവരെയും ചെയ്യാത്തവർ ഇന്ന് ചെയ്തു തുടങ്ങണം. അപ്പൊ അതിൽ നെയിം ലിസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് അതിൽ നിന്ന് ആൾക്കാരെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. എപ്പോഴും ഒരു നമ്മുടെ ബിസിനസിന്റെ അസറ്റ് എന്ന് പറയുന്നത് നെയിം ലിസ്റ്റ് ആണ്. അപ്പൊ ആ 1-to-1 പ്രസന്റേഷനിൽ അനുസരിച്ച് നമുക്ക് ഓരോരുത്തരെ ആയിട്ട് ചെന്ന് കാണാനായിട്ട്, ഇപ്പൊ ഒരു ദിവസം തന്നെ നമുക്ക് 2, 3, 4 ആൾക്കാരെ കാണാനായിട്ട് പറ്റും 1-to-1 പ്രസന്റേഷൻ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കിപ്പം ഇന്ന് തന്നെ ഒരു ദിവസം നമുക്കൊരു 1, 2, 3, 4 ആൾക്കാരെ പല പല സ്ഥലങ്ങളിൽ പോയി മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും 1-to-1 പ്രസന്റേഷൻ. അപ്പൊ അതിൽ നമ്മുടെ അപ്ലൈന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ കാര്യങ്ങൾ നടക്കും. അതാണ് ഈ 1-to-1 പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ. നേരിട്ട് ഓരോരുത്തരെ നമ്മൾ പോയി പ്രസന്റേഷൻ കൊടുക്കുന്നു, അവരെ ജോയിൻ ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോം മീറ്റിംഗ് പ്രസന്റേഷൻ. അപ്പൊ ഈ 1-to-1 പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാലോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം നമ്മൾ ഒരു 25 പേരെ ഒരു അവസരം, ഒരു ബിസിനസ് അവസരം, അവിടെ നമ്മൾ മോഡി കെയർ ആണെന്ന് ഒന്നും പറയുന്നില്ല. ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി, ഇന്ന് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു 25 പേരെ വിളിച്ച ഒരു 10 പേരായിരിക്കും ഒരു ഹോം മീറ്റിങ്ങിന് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ ആ ഹോം മീറ്റിങ്ങിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ ഒന്നുകിൽ നമ്മൾ പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈന്റെ സഹായത്തോടു കൂടി. തുടക്കത്തിൽ നമുക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അപ്ലൈന്റെ സഹായത്തോടു കൂടി നമ്മളൊരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ, അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റ് പ്രസന്റേഷൻ. ചിലപ്പോൾ ആദ്യമേ പ്രോഡക്റ്റിന്റെ ഡെമോയും കാര്യങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. അത് കഴിഞ്ഞ് താല്പര്യക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അവസരം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യിക്കുന്നു. അതാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോം മീറ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർക്ക് പ്രസന്റേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ 1-to-1 ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഹോം മീറ്റിംഗിൽ നമുക്ക് 1 അവർ ആണെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് കേൾക്കുകയല്ലേ, അവർ ഒന്നുകിൽ 5 പേര് കസ്റ്റമർ ആവും, അല്ലെങ്കിൽ 5 പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അപ്പൊ എങ്ങനെയായാലും നമുക്കത്
നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഹോം മീറ്റിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി സൂം മീറ്റിംഗ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്, ഇവിടെ എംറൈസിന്റെ ട്രെയിനിങ് നടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങും അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റ് ട്രെയിനിങ് ഒക്കെ നമ്മൾ സൂമിൽ കൂടെ അറ്റൻഡ് ചെയ്യും. അപ്പം നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ സൗകര്യമായിട്ട് നമുക്ക് ബിസിനസ് അവസരം കേൾക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അപ്ലൈനുമായിട്ട് ചേർന്ന് ഒരു ടൈം ഫിക്സ് ചെയ്ത് സൂം മീറ്റിംഗ് കൊടുക്കുക. അതാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന ആളിനും നമുക്ക് പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ബോംബെയിൽ നിന്ന് നമ്മുടെ ഡോക്ടർ വിന്ധ്യ ഉണ്ട്, അതുപോലെ തന്നെ താര മാം, ബോംബെയിൽ നിന്ന് താര മാം ഉണ്ട്, അതുപോലെ ദുബായിൽ ഇരുന്നാണ് നമ്മുടെ ഡോക്ടർ വിന്ധ്യ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രകാശ് സാറ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തൊളിക്കോട് നിന്ന് ലൈല മാം, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ, പത്തനംതിട്ടയിൽ നിന്ന് ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഓരോ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ സൂം മീറ്റിംഗ് നമുക്ക് ഒരു സമയം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു മാവേലിക്കര ഇരിക്കുന്ന ഒരാളിന് പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ സൂമിൽ കൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല, സൂം പ്രോഗ്രാം കൊടുക്കുക. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, നമ്മളെല്ലാം ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത എന്താണ് ഹാൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഫംഗ്ഷൻ. ഇപ്പം ചൈത്രത്തിൽ നമുക്ക് എല്ലാ മാസവും പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ കമ്പനി നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ ലീഡേഴ്സ് നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള മോട്ടിവേഷൻ എന്താണ്? അച്ചീവ് ചെയ്ത ലീഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് കൂടുതൽ മോട്ടിവേഷനാണ് അല്ലേ. അവരുടെ റെക്കഗ്നിഷനൊക്കെ നമ്മൾ കാണാൻ പറ്റും, അവരുടെ അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ, ബിസിനസ്സിൽ വന്നിട്ടുള്ള നേട്ടങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരുപാട് ആൾക്കാരെ അല്ലേ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാരെ കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ കൂടുതലായിട്ട് പ്രോഡക്റ്റ് ഒന്നും പഠിച്ചില്ലെങ്കിലും നമുക്കൊരു മോട്ടിവേഷനാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ അല്ലേ. അപ്പോൾ 1-to-1 പ്ലാൻ നല്ലതാണ്, ഹോം മീറ്റിംഗ് നല്ലതാണ്, സൂം മീറ്റിംഗ് നല്ലതാണ്, ഹാൾ ബിസിനസ്, BOM പ്രസന്റേഷൻ. അപ്പൊ ഈ 4 രീതിയിലാണ് നമുക്ക് ഒരു അഡ്വൈസറിനോട്, ഒരാളിനോട്, നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള ഒരാളിനോട് നമുക്ക് ബിസിനസ് അവസരം പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത് 4നും ഓരോ ബെനിഫിറ്റുകളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ടുള്ള പഠിക്കണം. അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് ബിസിനസ് പ്രസന്റേഷൻ വളരെ മസ്റ്റാണ്. നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ നമ്മൾ ഓരോരുത്തരും ചെയ്ത് പഠിക്കണം. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ പ്രസന്റേഷന് നമുക്ക് 6 ഭാഗങ്ങളാണ് ഉള്ളത്. നമ്മളിപ്പോൾ പലപ്പോഴും BOM ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓരോരോ സ്ലൈഡ് ഇട്ട് നമുക്ക് നമ്മുടെ ലീഡേഴ്സ് അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? എല്ലാം കൂടി ഒരു അവിയല് പരുവമായിരിക്കും അല്ലേ. ആദ്യമേ നമ്മൾ പറയും, എൻ്റെ കയ്യിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ട്, ഞാനൊരു കമ്പനി ജോയിൻ ചെയ്ത് അല്ലേ, അതിൽ വർക്ക് ചെയ്താൽ നല്ല നേട്ടമാണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ ഉൽപ്പന്നങ്ങളെല്ലാം നല്ലതാണ്, മോദി കെയർ ആണ്, അങ്ങനെ ഒരു അടുക്കും ചിട്ട ഇല്ലാതെ ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ എപ്പോഴും ഒരു പ്ലാൻ പ്രസന്റേഷൻ ഒരു അടുക്കും ചിട്ടയായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഒരു 30 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ പ്രകാശ് സാറ്, രാംദാസ് സാറൊക്കെ 30 മിനിറ്റ്സ് കൊണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള സ്ലൈഡുകൾ നമുക്ക് യൂട്യൂബ് വീഡിയോസ് എല്ലാം പോസിറ്റീവിൽ ഇട്ടിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കാം. അപ്പൊ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോരുത്തരും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവരോട് അവതരിപ്പിക്കുക. അപ്പൊ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ, ഡയറക്റ്റ് സെല്ലിംഗ്, കമ്പനി, പ്രോഡക്റ്റ്, ഇൻകം പ്ലാൻ, ക്ലോസിംഗ്. അങ്ങനെ 6 പാർട്ടുകളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറിച്ചെടുക്കാം. നാളെ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കും. ഇന്നിപ്പോ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1-to-1 പ്ലാൻ പ്രസന്റേഷൻ. ഒരാളോട് നമ്മൾ ഈ പ്ലാൻ പറയുകയാണ്, ഈ പ്രസന്റേഷൻ ചെയ്യുകയാണ്. അപ്പൊ ആ ആളിനെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെന്ന് പറഞ്ഞാല് ഏതൊരാളായാലും അവരുടെ ജീവിത സ്വപ്നങ്ങള് നേടിയെടുക്കാനായിട്ട് ഈ അവസരം
സഹായിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. അപ്പോൾ ഒരു താല്പര്യം ഉണ്ടാക്കി എടുക്കണം. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ BOM ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് സ്ലൈഡ് ഇടും. ആ സ്ലൈഡിൽ എന്താണ് പറയുന്നത്? നിങ്ങൾക്കൊരു വീട്, നല്ലൊരു വീട് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ വിദേശ യാത്ര ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു വാഹനം നിങ്ങളുടെ സ്വപ്നമല്ലേ? അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കാൻ നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മളെല്ലാം കൈയടിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറയില്ലേ? അപ്പൊ അത് ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ വീടുണ്ട്, നമുക്കൊരു വാഹനം ഉണ്ടായിരിക്കും, നമുക്ക് എന്നാലും എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു വീട്ടിൽ താമസിക്കാനും നല്ലൊരു വീട് വയ്ക്കാനും വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അല്ലേ? അപ്പൊ അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി, ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാള് ഒരു മാസം ഒരു 5000 രൂപ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെന്ന് വെച്ചോ, അവരോട് നമ്മൾ വിദേശയാത്ര പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പൊ അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അവരോട് ഇൻട്രസ്റ്റ് നമ്മൾ ഈ കേൾക്കുന്ന കാര്യത്തിലേക്ക് വരുത്തണം. അതാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ മിക്കവാറും ഈ 1-to-1 പ്രസന്റേഷന് പോകുമ്പോൾ നമുക്കറിയാം, ഇന്ന ആള് എന്താണ് ഈ നല്ല ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്, അത്യാവശ്യം സാമ്പത്തികം ഉണ്ടോ, അദ്ദേഹത്തിന് ആരോഗ്യം സംരക്ഷിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, സാമ്പത്തികമുണ്ട്, വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ പറയുന്ന, നമ്മുടെ മുന്നിലിരിക്കുന്ന ആളിന്റെ ആവശ്യം, അതനുസരിച്ച് നമ്മൾ പ്രസന്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷനിൽ വരുന്നത് താല്പര്യം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ എന്താണ്, നല്ല സാഹചര്യമുള്ള നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുന്നത്, ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പറയുന്നത്? നിലവിലെ മാർക്കറ്റിംഗ് രീതി കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ആ കൺവെൻഷണൽ മാർക്കറ്റിങ്ങും, അടുത്ത സ്ലൈഡിലേക്ക് പോവാം, എന്തുകൊണ്ട് ബിസിനസ് അവസരം ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി പറയാനുള്ളത് അവരെ കേൾക്കാനായിട്ട് തയ്യാറെടുപ്പിക്കുക. അത് കഴിഞ്ഞ് പ്രസന്റ് ചെയ്യുന്ന ആളിനെ പരിചയപ്പെടുത്തണം. ഇതിന് ഒരു 3 മിനിറ്റ് ഒക്കെ എടുക്കാവും. ഒരുപാട് സമയം ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ കാണിച്ചത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ മാർക്കറ്റിംഗ് ആൻഡ് മോദി കെയർ ഡയറക്റ്റ് സെല്ലിംഗ്. നിലവിലെ മാർക്കറ്റിംഗ് രീതി എന്താണ്? നിലവിൽ നമ്മളെല്ലാവരും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങും. എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് വാങ്ങി നമ്മൾ ഉപയോഗിക്കും അല്ലേ? അപ്പൊ അവിടെ നമുക്ക് സംതൃപ്തി ഒന്നും വേണമെന്നോ അല്ലേ, സംതൃപ്തി ഒന്നും നോക്കത്തില്ല, നമ്മൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന അവസരത്തിൽ എന്താണ്, നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, എന്താണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് നല്ല ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ ഇന്റർമീഡിയറീസ് ഇല്ല, അഡ്വർടൈസ്മെന്റ് ഇല്ല. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന നല്ല ആ തുക അല്ലേ, അതെല്ലാം നമുക്ക് 12 തരം ബോണസുകളായിട്ട് വരുമാനങ്ങളായിട്ടെല്ലാം ലഭിക്കുന്ന കാര്യമെല്ലാം നമ്മൾ പറയുന്നു. അതാണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ അവസരമായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ? അതൊക്കെ നിങ്ങൾ നാളെ മനസ്സിലാക്കും. ഞാനിപ്പോ ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന അവസരം പറയാനായിട്ട് 3 മിനിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ നീട്ടി പറയേണ്ട കാര്യമില്ല. എന്താണ് കൺവെൻഷണൽ മാർക്കറ്റിംഗ്? അവിടെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ കിട്ടുന്നു. പക്ഷെ ഡയറക്റ്റ് സെല്ലിംഗിൽ എങ്ങനെ ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ എത്തുന്നു, അവിടെ ഇടനിലക്കാരില്ല, പരസ്യം ഇല്ല, ആ കാര്യങ്ങൾ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഉൽപ്പന്നം എങ്ങനെ കിട്ടുന്നു. നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല, നമ്മൾ ഒരു അഡ്വൈസറിന്റെ കൂടെ നിന്നാണ് അഡ്വൈസറിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നേരിട്ട് കമ്പനിയായിട്ടാണ് നമുക്ക് റിലേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, നമ്മൾ വിവാഹം ആലോചിക്കുന്നു. അപ്പം പയ്യന്റെ എന്താണ്, കുടുംബ പശ്ചാത്തലം നല്ല ആൾക്കാരാണ് അല്ലേ, നല്ല കുടുംബ മഹിമ ഉള്ളവരാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ബിസിനസ് അവസരം മോദി ഗ്രൂപ്പ് അല്ലേ, മോദി ഗ്രൂപ്പിന്റെ സക്സസ് സ്റ്റോറി, എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നും അല്ലേ, അതുപോലെ തന്നെ മോദി ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാണ് ഈ മോദി കെയർ എന്നുള്ള കാര്യവും, സക്സസ് സ്റ്റോറി ഐഡിയസ് അംഗത്തുള്ള കമ്പനിയാണ് എന്നിങ്ങനെ എല്ലാം നമ്മൾ 4 മിനിറ്റ്, ഇതേവിടെ സമയം കൊടുത്തിട്ടുണ്ട്, എത്ര സമയമാണ് നമ്മൾ കമ്പനിയെ കുറിച്ച് പറയുന്നതെന്ന്.
ഇതിപ്പോ നമ്മൾ ചില ആളുകൾ ക്ലാസ് എടുക്കാൻ വന്നു നിന്നാൽ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ സമീർ മോഡി സാർ ജനിച്ചു, കുട്ടിക്കാലം അല്ലേ, അദ്ദേഹം കളിച്ച് വളർന്നത് എല്ലാം പറഞ്ഞ് ഒരു എത്ര സമയം എടുക്കും? ഈ 4 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റിലേക്ക് പോകും കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ. അത് വളരെ ചുരുക്കി ക്രിസ്പി ആയിട്ട് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അതെങ്ങനെ പറയണം? വിശ്വാസയോഗ്യമായ ഒരു കമ്പനിയാണ്, മണി ചെയിൻ സംവിധാനം ഒന്നും അല്ല, വിശ്വാസയോഗ്യമായ അടിത്തറയുള്ള 33 മുതൽ സ്റ്റാർട്ട് ചെയ്ത മോദി ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് 1996 സ്റ്റാർട്ട് ചെയ്ത മോദി കെയർ എന്നുള്ള രീതിയിൽ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, 4 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തത് നമ്മുടെ എന്താണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളാണ് അല്ലേ. ഉൽപ്പന്നങ്ങളാണ് നമ്മളെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ, ഇപ്പോൾ നമ്മളൊരു 1-to-1 പ്ലാനോ അതുപോലെ തന്നെ സൂം മീറ്റിങ്ങോ അതുപോലെ തന്നെ എന്താണ് ഹാൾ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പ്രോഡക്ട്സ് നമ്മൾ വളരെ വിശദമായിട്ട് പറയാറില്ല. പ്രോഡക്റ്റിന് ഫീച്ചേഴ്സ് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റെ എത്ര കാറ്റഗറി ഉണ്ട്, അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് ഡെമോയോടുകൂടി വന്നിരിക്കുന്ന ആളിനെ നമ്മൾ കൺവിൻസ് ചെയ്ത് എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ്, ഏത് സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാം അല്ലേ, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉണ്ട്, എന്താണ് വളരെ ഫ്രണ്ട്ലി ആണ് അല്ലേ, നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്, ഇതെല്ലാം നാളെ നിങ്ങൾ പഠിക്കും. എത്ര കാറ്റഗറി ഉണ്ട് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കും. അതുപോലെ തന്നെ 1-2 പ്രോഡക്റ്റിന്റെ, ഇപ്പൊ പേസ്റ്റിന്റെ ഡെമോ ആണെങ്കിൽ കാണിക്കാം, നമ്മുടെ വൈറ്റ് പേള് അതുപോലെ ഡെസോള് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ, നമ്മുടെ എന്താണ് ടീ ട്രീ ഓയിൽ, അപ്പൊ അതിന്റെ എല്ലാം ഡെമോ, 1-2 ഡെമോ നമ്മൾ എല്ലാം കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും നമുക്ക് സ്റ്റെറി ക്ലീനിന്റെ ചെയ്യാം. അങ്ങനെ പ്രോഡക്റ്റ് ഡെമോയും കൂടെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത് വിശ്വാസയോഗ്യമാവും. അതിപ്പോൾ ഏതിലായാലും, ഇപ്പൊ സൂം മീറ്റിങ്ങിലാണെങ്കിലേ ഉള്ളൂ അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആവാത്ത, എന്നാലും സൂം മീറ്റിങ്ങിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെ നമ്മൾ സൂം മീറ്റിംഗ് ആയിരുന്നു നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മൾ എന്താണ് വളരെ നല്ല രീതിയിൽ, ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, അപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് ഡെമോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട എന്തിനാണ്? ഹെൽത്ത് പ്രോഡക്റ്റ്. നമ്മൾ ഇച്ചിരി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു 1-2 പ്രോഡക്റ്റ്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റിനെ നമ്മൾ ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് സംസാരിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്, കളർ കോസ്മെറ്റിക്സ്, കാര്യം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ബിസിനസ് വോളിയം കൂടിയ പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതിനൊരു പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ പ്രോഡക്റ്റ് പ്രസന്റേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് എല്ലാം നമ്മൾ ഓടിച്ച്, എല്ലാ കാറ്റഗറിയും ഒന്ന് ഓടിച്ച് പറഞ്ഞ് നമ്മൾ നിർത്തുക. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, അത് 4ാമത്തെ ഭാഗമാണ്. ഇനി 5ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ പ്രസന്റേഷൻ, നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവും പ്രധാനപ്പെട്ട അല്ലാതില്ല, എല്ലാ ഭാഗത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ 5ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻകം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം ഓൺ പേഴ്സണൽ സെയിൽസ് അല്ലേ, ഒരു അഡ്വൈസർ ആയാൽ കിട്ടിയ ബെനിഫിറ്റ് എല്ലാ ദിവസവും ഗ്രൂപ്പിൽ മിക്കവാറും ഇടുന്നുണ്ട്. ഒരു അഡ്വൈസറിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉള്ളത്? 68% പർച്ചേസ് ബെനിഫിറ്റ് ഉണ്ട്. ആക്ടിവേഷൻ ബോണസ് എങ്ങനെ നേടാം അല്ലേ, ഒരു 20 PV ചെയ്യുന്ന ആള് 2 പേരെ കൂടെ 20 PV ചെയ്യിക്കുമ്പോഴുള്ളത്, 3 പേരെ ചെയ്യിക്കുമ്പോഴുള്ളത് അല്ലേ. അതുപോലെ തന്നെ 50 PV ചെയ്യുമ്പോൾ 2 ഷെയർ കിട്ടുന്ന കാര്യം, 100 PV ചെയ്യുമ്പോൾ 3 ഷെയർ കിട്ടുന്ന കാര്യം, എല്ലാം നമ്മൾ ഇങ്ങനെ എന്താണ് ആക്ടിവേഷൻ ബോണസ് എങ്ങനെ നേടാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീട് ഒരു ഡയറക്ടർ ബോണസ് നേടുന്ന, ഒരു ഡയറക്ടർ ആകാൻ എന്ത് ചെയ്യണം അല്ലേ, 1100 ഗ്രൂപ്പ് ബിസിനസ് വോളിയം വന്നാൽ ഒരു ഡയറക്ടർ ആവും അല്ലേ, 29,700 ബിസിനസ്. അപ്പൊ അതെല്ലാം നാളെ നിങ്ങൾ പഠിക്കും. അപ്പൊ ഡയറക്ടർ ബോണസ് എങ്ങനെ നേടാൻ കഴിയും? എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ കഴിഞ്ഞാൽ സീനിയർ ഡയറക്ടർ ആണ്, അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ. അപ്പൊ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ 4 ഡയറക്ടർമാർ നമ്മളോടൊപ്പം ചേർന്ന് അല്ലേ, അവർ 4 പേര് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ ആവും. ആ 4 പേരും എന്താണ് 1 lakh ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഓരോ 4 ലക്ഷം ബിസിനസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1 lakh ഇൻകം ലഭിക്കും.
അപ്പോൾ എങ്ങനെയാണ് മെന്റർ ബോണസ് നേടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു 15 മിനിറ്റ് ആണ്. ഈ 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈഫ് സ്റ്റൈൽ ബോണസ് കൂടി പറയണം. ലൈഫ് സ്റ്റൈൽ ബോണസ് എന്താണ്? നമുക്ക് ഇവിടെ വരുമാനം മാത്രമല്ല, വിദേശ യാത്രകൾ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ അവരെ കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ കമ്പനി ഇപ്പൊ മലേഷ്യയെ കൊണ്ടുപോയി അല്ലേ, ദുബായ്, ഓരോ രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്ന കാര്യവും നമ്മളെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവില്ലാതെ നമുക്ക് പോകാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? ഏതൊരു ബിസിനസ്സിലും ഒരു തരം വരുമാനമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്ര തരം വരുമാനമാണ്? 12 തരം വരുമാനമാണുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഊന്നി പറയണം ഓരോ കാര്യവും. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ബോണസിനെ കുറിച്ച് പറയാം. പ്ലാറ്റിനം ഡയറക്ടറായിട്ട് എങ്ങനെ 1 ലക്ഷം രൂപ നേടാമെന്നുള്ള കാര്യം 15 മിനിറ്റ് കൊണ്ടാണ് ഇൻകം പ്ലാൻ അല്ലേ? ഈ 15 മിനിറ്റ് പോലും എടുക്കാതെ ഇവിടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂപ്പർ ആയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എത്തണം. ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് ടീമിൽ തന്നെ അല്ലേ നല്ല പ്രസന്റേഴ്സ് ആവശ്യം പോലെ ഉണ്ട് അല്ലേ? ഇപ്പൊ അവരെ പോലെ ഓരോരുത്തരും പുതിയ ഓരോരുത്തരും കടന്നു വരണം. ഇപ്പൊ ഇവിടെ പ്രസന്റ് ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പുതിയ ആൾക്കാർ നമ്മുടെ ട്രെയിനിങ്ങിൽ നിരന്തരം ഇപ്പം പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ആര്യ നാഗേന്ദ്രൻ, അതുപോലെ തന്നെ ഡോക്ടർ വിന്ധ്യ, അങ്ങനെ തുടങ്ങി. ഇപ്പൊ എല്ലാവരും മുന്നോട്ട് വരണം നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 5ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻകം പ്ലാൻ ആണ്. ഇനി ലാസ്റ്റ് ഏറ്റവും സൂപ്പർ ആവേണ്ടത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ടോക്ക് അതിഗംഭീരമാകണം അല്ലേ? അപ്പൊ ആ 5 പാർട്ട് പറഞ്ഞിട്ട് ഏറ്റവും നമ്മൾ കണ്ടിട്ടില്ലേ ഈ എന്താണ് ചൈത്രം പ്രോഗ്രാമിലൊക്കെ ക്ലോസിംഗ് ടോക്ക് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ലീഡർ ആയിരിക്കും ലാസ്റ്റ് വന്ന് എന്താണ് ഈ വന്നിരിക്കുന്ന ആളുകളെ എന്താണ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തേ മതിയാവൂ, ആ രീതിയിൽ ഉള്ള ഒരു സ്പീച്ച് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ സക്സസ് സ്റ്റോറിയും ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെന്റിന്റെ സപ്പോർട്ടും അല്ലേ എല്ലാം ഉണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എല്ലാ അംഗീകാരങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. ലീഗലായിട്ടുള്ള ബിസിനസ്സാണ്. ഈ ബിസിനസ്സിന് എന്താണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്വപ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളും എങ്ങനെ നമ്മൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഒരു ക്ലോസിംഗ് ടോക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരിക്കണം. അപ്പൊ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 1-to-1 പ്ലാൻ ആകുമ്പോൾ നമ്മുടെ അപ്ലൈൻ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് ക്ലോസിംഗ് ടോക്ക്. അപ്പം പോകെ നിങ്ങൾക്കും ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇഫ് നോട്ട് മോഡി കെയർ, ഇപ്പൊ മോഡി കെയർ അല്ലെങ്കിൽ എന്താണ് ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല അല്ലേ? ഇവിടെ ഏതൊരു ജോലി ചെയ്താലും ഒറ്റ വരുമാനമേ ഉള്ളൂ. പക്ഷെ മോദി കെയറിൽ നിങ്ങൾക്ക് 72% പേ ഔട്ടാണ് അല്ലേ? 12 തരം വരുമാനമാണ് കിട്ടുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബോണസുകളുണ്ട്, അതുപോലെ തന്നെ ഡ്രീം ഹോം ബോണസ്. ഞങ്ങൾ ബിസിനസ്സിൽ വന്നിട്ട് 2 വീടാണ് വെച്ചത്, അതുപോലെ തന്നെ 3 വാഹനങ്ങളാണ് സ്വന്തമാക്കിയത്, 23ഓളം വിദേശ യാത്രകളാണ്. അപ്പൊ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ടീമിൽ ധാരാളം ആൾക്കാർക്ക് ഇതുപോലെയുള്ള സക്സസ് സ്റ്റോറികളുണ്ട് അല്ലേ? അപ്പൊ അതുപോലെയുള്ള ക്ലോസിംഗ് ടോക്കുകൾ വരും കാലങ്ങളിൽ നിങ്ങൾക്കും പറയാനായിട്ട് കഴിയണം. അപ്പൊ ക്ലോസിംഗ് ടോക്കിലാണ് ഡിസിഷൻ മേക്കിംഗ്. ഈ വന്നിരിക്കുന്ന ആള് അല്ലെങ്കിൽ 1-to-1 പ്ലാൻ ആണെങ്കിൽ നമ്മളെ മുന്നിലിരിക്കുന്ന ആള് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ക്ലോസിംഗ് ടോക്കിലാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ക്ലോസിംഗ് ടോക്കിൽ നമ്മൾ ഒരുപാട് നീണ്ടുപോകാതെ 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കണം.